അഴിമതി മുക്ത ഭരണം അതുതന്നെയാണ് ഇത്തവണയും പ്രധാനമന്ത്രി ആവർത്തിച്ചത്. അതിന്മേൽ തന്നെയായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതിൽ ഒരു വ്യത്യാസവുമില്ല. കേരളത്തിനൊരു പുതിയ രാഷ്ട്രീയം ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീഷിലേക്ക് പോകുന്നു. വിനീഷ്, പറയൂ, എന്തെല്ലാം കാര്യങ്ങളാണ് തലസ്ഥാന മണ്ണിൽ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞത്? തീർച്ചയായിട്ടും തലസ്ഥാന നഗരിയെ പൂർണ്ണമായും ആവേശത്തിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രസംഗം എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അതേസമയം തന്നെ പിണറായി സർക്കാരിനെ കടന്നാക്രമിക്കാനും മോദി മറന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതി, ശബരിമല വിഷയം തുടങ്ങിയ വിഷയങ്ങളിൽ മോദി കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള അവകാശത്തെയാണ് ഇടതുപക്ഷ സർക്കാർ തകർത്തെറിഞ്ഞത് എന്ന നിലപാട് തന്നെ മോദി ആദ്യമായി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ PM ശ്രീ പദ്ധതിയുടെ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നിലപാടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല വിഷയമാണ്. ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയിലെ ഏറ്റവും ആത്മീയമായ ഒരു കേന്ദ്രം, ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ജനങ്ങളുടെ ഏറ്റവും ആത്മീയമായ കേന്ദ്രത്തിൽ പോലും സ്വർണ്ണക്കള്ള നടത്തിയ CPM നേതാക്കൾ, ആ CPM നേതാക്കൾ എന്തായിരുന്നാലും അത് ജയിലിലടയ്ക്കും. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് ഭരണം സംസ്ഥാനത്ത് ലഭ്യമാകുമെങ്കിൽ അവരെ ജയിലിലടയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മുസ്ലിം ലീഗ്, മാവോവാദി, കോൺഗ്രസ് എന്നാണ് ഇപ്പോൾ വിളിക്കേണ്ടത്. കേരളത്തിലെ കോൺഗ്രസ് CPM കൂട്ടുകെട്ടിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലപാടുകളെ, പ്രത്യേകിച്ച് തീവ്രവാദ സംഘടനകളെ സഹായിക്കാനുള്ള നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് നടത്തി വരുന്നത്, CPM നടത്തി വരുന്നത് എന്ന നിലപാടും മോദി തുറന്നടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല വിഷയം, ഒപ്പം CPM സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള സഹകരണ ബാങ്കുകളിലെ കൊള്ള, പ്രത്യേകിച്ച് സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാൻ നിക്ഷേപിച്ചിരുന്ന പൈസ, ഒപ്പം തന്നെ സാധാരണക്കാർ തങ്ങളുടെ മക്കൾക്ക് കല്യാണം കഴിക്കാൻ ആയിട്ട് മാറ്റിയിട്ടിരുന്ന ഒരു സമ്പാദ്യം, ഇതൊക്കെ സഹകരണ ബാങ്കുകളിൽ, സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഇടതു സർക്കാരിനെ കൃത്യമായി വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ പോലും ഇടതുപക്ഷം അവരുടെ പാവപ്പെട്ടവൻ്റെ അന്നത്തിൽ കൈയിട്ട് വാരിക്കൊണ്ട് അവരെ നശിപ്പിക്കാനുള്ള നിലപാട്, അല്ലെങ്കിൽ അതിലും ഇടതുപക്ഷം അഴിമതി കാണിച്ചു എന്ന വലിയ ആക്ഷേപം, ഈ അഴിമതിക്കും താക്കീതില്ല, ഇത് അഴിമതിക്ക് കൃത്യമായ നടപടി ഉണ്ടാകും, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന നിലപാട് തന്നെയാണ് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിഴിഞ്ഞത്തിൻ്റെ വികസന സാധ്യതകൾ തനിക്കായിരുന്നു. ആ പ്രത്യേകിച്ച് ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വികസനത്തിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നാടിന് വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞത് അത് തൻ്റെ ഏറ്റവും വലിയ ഒരു സാധാരണ ലിപിയിൽ ലഭിക്കുന്ന ഒരു അംഗീകാരമായി താൻ കാണുന്നു. അതേസമയം തന്നെ എടുത്തു പറയേണ്ടത്, ഈ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയതിന് ശേഷം ഏകദേശം വൻകിട കപ്പലുകൾ 150-ലധികം വൻകിട കപ്പലുകൾ സംസ്ഥാനത്ത് എത്തുന്ന ഒരു സാഹചര്യം, ഈ വിഴിഞ്ഞത്തെത്തി ഈ വൻകിട കപ്പലുകൾ അവിടെ നങ്കൂരമിടുന്ന സാഹചര്യമുണ്ടായി. വാണിജ്യ വ്യാപാര രംഗത്ത് വലിയ മാറ്റമാണ് വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നടക്കാൻ പോകുന്നത്. അങ്ങനെ വികസന രംഗത്ത് കേരളം വലിയ കാൽവയ്പ് തന്നെ നടത്തും എന്ന ഒരു നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആദരവറിയിപ്പിക്കുന്നു. തൻ്റെ വിനീതമായ നമസ്കാരം അവരെ അറിയിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. പ്രത്യേകിച്ച് തലസ്ഥാനം മാറിക്കഴിഞ്ഞു, ഇനി കേരളവും പൂർണ്ണമായും മാറും. ഇത്തരത്തിൽ തന്നെയാണ് പണ്ട് ഗുജറാത്തിൽ സംഭവിച്ചത്. 1987 ഗുജറാത്തിൽ ഇത്തരത്തിലുള്ള കാര്യം യാഥാർത്ഥ്യമാകുന്നു. ആദ്യം അവിടെയുള്ള ഒരു മുനിസിപ്പാലിറ്റിയിൽ ചെയർമാനായി BJPയുടെ അംഗം എത്തുന്നു. ആ കാലഘട്ടങ്ങളിലൊന്നും തന്നെ BJP അംഗീകരിക്കാൻ അന്നത്തെ പത്രമാധ്യമങ്ങൾ ഒരു വരി പോലും എഴുതുന്ന കാലഘട്ടമായിരുന്നില്ല. പിന്നീട് ഗുജറാത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് അതേ സാഹചര്യം തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അന്ന് മുനിസിപ്പാലിറ്റി ഗുജറാത്തിൽ പിടിച്ചപ്പോൾ പിന്നീട് അതിന് സമാനമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ BJP പിടിച്ചടക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് BJPയുടെ ഓരോ പ്രവർത്തകരുടെയും കഠിനാധ്വാനമാണ് ഈ ഒരു വിജയം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വിലയിരുത്തിയത്. പ്രധാനമന്ത്രി അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ്
പൊതുവേദിയിൽ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയതും അത് ഈ പണ്ട് എങ്ങനെയായിരുന്നു ഗുജറാത്ത്, ആ ഗുജറാത്തിൻ്റെ സാഹചര്യം പിന്നീട് മാറിയത് എങ്ങനെയാണോ അതിന് സമാനമായ രീതിയിൽ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ മാറും എന്ന നിലപാട് പ്രധാനമന്ത്രി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യം വിനീഷ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അഴിമതിക്ക് കളമൊരുക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം കേരളത്തെ എങ്ങനെ വികസിതമാക്കാം എന്നുള്ളതും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതിന് ഡബിൾ എഞ്ചിൻ സർക്കാരാണ് വേണ്ടത്. അതിന് ഊന്നൽ നൽകുന്നു. യുവാക്കളുടെ ഉന്നമനത്തിനായി ഊന്നൽ നൽകുന്നു. ഗൾഫ് രാജ്യങ്ങളെപ്പോലെയും യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെയും ഒക്കെ ഒരു ലക്ഷ്യം വച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വികസന ലക്ഷ്യം മുന്നിൽ വച്ചുകൊണ്ട് മുന്നോട്ട് കേരളത്തിന് പോകാൻ സാധിക്കും. അത്തരത്തിൽ യുവാക്കൾക്ക് പ്രചോദനമാകുന്ന തരത്തിലേക്ക് കേരളം എത്തണമെങ്കിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ തന്നെ വേണം എന്നും കൂടി പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയാണ്. അതായത് സംസ്ഥാനത്തിന്റെ ഭാവി തന്നെ സുരക്ഷിതമാകണമെങ്കിൽ BJP വരണം. അക്കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി അക്കമിട്ട് നിരത്തിയത്. എങ്ങനെയൊക്കെയാണ് ഇടത് വലത് മുന്നണികൾ കേരളത്തെ ഭരിച്ച് മുടിച്ചത്, എങ്ങനെയൊക്കെയാണ് കേന്ദ്ര സർക്കാരിനെ അവഗണിച്ചുകൊണ്ട് BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് അടയാളവും കൊടിയും രണ്ടാണ് എന്ന് മാത്രം അവർ ഒരുമിച്ച് എങ്ങനെ നാട് കുട്ടിച്ചോറാക്കുന്നു, ഇതെല്ലാം തന്നെ പ്രധാനമന്ത്രി അക്കമിട്ട് നിരത്തി എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരത്തോട് ഇടത് വലത് മുന്നണികൾ വർഷങ്ങളായി കാണിക്കുന്ന അവഗണന അതുതന്നെയാണ് പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത്. എന്തായാലും ഇനി അത് തുടരില്ല, മാറാത്തത് മാറും എന്നുള്ള ഉറപ്പ് അനന്തപുരിക്ക് പ്രധാനമന്ത്രി നൽകി എന്നുള്ളതാണ്. ഉറപ്പിച്ചോളൂ, മാറാത്തത് ഇനി മാറും എന്നാണ് അദ്ദേഹം കോട്ട് ചെയ്തത് തന്നെ. തിരുവനന്തപുരം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നഗരമായി മാറും, അതാണ് പ്രധാനമന്ത്രി നൽകുന്ന ഉറപ്പ്. മിനീഷിലേക്ക് പോവുകയാണ്. മിനീഷ്, ഇടത് വലത് മുന്നണികൾ എങ്ങനെയാണ് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കി മാറ്റിയത്, എങ്ങനെ അവർ ഭരിച്ചു മുടിച്ചു? പ്രധാനമന്ത്രി പറഞ്ഞത് അവരുടെ കൊടിയും അടയാളവും രണ്ടാണ് എന്ന് മാത്രം, ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് നമ്മുടെ നാടിനെ BJP മാറ്റാൻ പോകുന്നത്? വികസിത കേരളം എന്ന സ്വപ്നം പ്രധാനമന്ത്രി നാടിന് മുൻപാകെ സമർപ്പിച്ചു കഴിഞ്ഞു. പറയൂ വിനീഷ്. തീർച്ചയായിട്ടും വികസനത്തിലൂടെ തന്നെയാണ് കേരളത്തിൻ്റെ മുന്നേറ്റം എന്ന വ്യക്തമായ സൂചന തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതു വലതു മുന്നണികൾ കഴിഞ്ഞ 60 വർഷമായി നാടിനെ ഭരിച്ചു മുടിക്കുകയാണ്. പക്ഷേ ഇവരുടെ കൊടികളിൽ മാത്രം നിറവ്യത്യാസമുണ്ട്. പക്ഷേ ഇവരുടെ നിലപാടുകൾ ഒന്നാണ്. അഴിമതി എന്ന നിലപാടാണ് ഇരുവർക്കുമുള്ളത് എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി തൻ്റെ പരിഹാസത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ വിവിധ പദ്ധതികൾ ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് PM ശ്രീ പോലുള്ള പദ്ധതികൾ സംസ്ഥാനത്ത് അട്ടിമറിക്കപ്പെടുന്നു. അത് സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള നിലപാടുകൾ അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരങ്ങളെ നശിപ്പിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ എന്ന കൃത്യമായ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ഒപ്പം തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന PM ആവാസ് യോജന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാതെ പല ഘട്ടങ്ങളിലും കൃത്യമായ വിവരങ്ങൾ, ഓഡിറ്റിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ഉപഭോക്തൃ വിവരങ്ങൾ നൽകാതെ തന്നെ അതിനെയും അട്ടിമറിക്കാൻ അട്ടിമറിക്കൽ സംസ്ഥാന സർക്കാർ നടത്തുന്നു. ഒപ്പം ശബരിമല ശബരിമലയിൽ ലോകത്തിന്റെ തന്നെ ഏറ്റവും ഒരു വൈകാരികമായ കേന്ദ്രം അല്ലെങ്കിൽ ഏറ്റവും ഒരു അതെ, വിനീഷിലേക്ക് എത്താം. LDF ഏത് രീതിയിലാണ് കേരളത്തിന് വികസന മുരടിപ്പ് നൽകുന്നത് എന്ന് തന്നെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അതിന് പ്രധാനമന്ത്രി ത്രിപുരയിലേക്കും ബംഗാളിലേക്കും നോക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പലതവണയാണ് 5 വർഷം മാറി മാറി ഇടത് വലത് മുന്നണികൾ കേരളം ഭരിച്ചത്. ത്രിപുരയിലാണെങ്കിൽ 30 വർഷം ഭരിച്ചു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ പിന്നീട് BJPക്ക് അവസരം നൽകി. പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ചരിത്രമാണ്. അവിടെ LDFന്റെ അടയാളം പോലും ഇല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ വികസനവും കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, പല കേന്ദ്ര പദ്ധതികളും നമ്മുടെ സംസ്ഥാനത്ത് LDF സർക്കാർ അട്ടിമറിക്കുന്നതിനെ കുറിച്ചും പ്രധാനമന്ത്രി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിലവിലെ സർക്കാരിനെ പ്രധാനമന്ത്രി കേരളത്തിന്റെ വികസനത്തിന്റെ ശത്രു എന്നുകൂടി വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിനീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേരളത്തിന്റെ വികസനം BJPയിലൂടെ ഏത് രീതിയിൽ സാധ്യമാക്കുമെന്നാണ് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയുന്നത്?
പ്രത്യേകിച്ച് അദ്ദേഹം പ്രസംഗം തുടങ്ങിയ സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞാൽ തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടും അവർക്ക് തൻ്റെ നന്ദി രേഖപ്പെടുത്തിയും കൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. അതിലുടനീളം പറഞ്ഞത് കേരളത്തിൽ വലിയ വികസന കുതിപ്പിലേക്ക് കേരളം മാറുകയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരാൻ പോകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഏറെ നിർണായകമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം എന്ന നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വികസന കാഴ്ചപ്പാടിലൂടെ ഇത്രയും കാലം BJP ഭരിച്ച സംസ്ഥാനങ്ങൾ ശ്രദ്ധിക്കൂ, അവിടെ BJP നടത്തിയ വികസനം, ആ വികസന കാഴ്ചപ്പാട് തന്നെയാണ് കേരളത്തിലുമുള്ളത്. പ്രത്യേകിച്ച് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന അഴിമതികൾ, പ്രത്യേകിച്ച് ഏറ്റവും വ്യക്തമായി അദ്ദേഹം സൂചന നൽകിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലപാട് അദ്ദേഹം കടുപ്പിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ലോകത്തിലെ തന്നെ എല്ലാ ജനങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രത്തിൽ പോലും CPM സ്വർണ്ണക്കൊള്ള നടത്തുന്ന ഘട്ടത്തിലേക്ക് CPM നേതാക്കൾ മാറിയിരിക്കുന്നു. അവിടെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ ഒരു അന്വേഷണം കൃത്യമായി നടത്തും. ഇവിടെയുള്ള ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ CPM നേതാക്കളെയും മറ്റുള്ളവരെയും കൃത്യമായി തന്നെ ജയിലിലടയ്ക്കും. അവർ ജയിലിലേക്ക് പോകേണ്ടി വരും എന്ന സൂചന തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJP അധികാരത്തിൽ വന്നാൽ അത് മോദിയുടെ ഗ്യാരണ്ടിയായി കാര്യം നടപ്പിലാക്കും.